ഇന്നിനി ഏതാണ്ട് 1.25 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 2020 ലോകകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുകയാണ്. ഇംഗ്ലണ്ടാണ് എതിരാളികൾ. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ജയിച്ചേ മതിയാകൂ. സെമി കാണാതെ പുറത്തു പോകുമോ എന്നൊരു ആശങ്ക ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ സെമിയിൽ കയറിപ്പറ്റി അവിടെ നിന്ന് ഇനി ഫൈനൽ എത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചുള്ളൂ. എല്ലാ ആരാധകരും കാത്തിരിക്കുകയാണ്. ഇത്തവണയും സഞ്ജു രക്ഷകനാകുമോ എന്നതുൾപ്പെടെ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷമാണ്. ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇനി 1.25 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഭാവി എന്താണ് എന്ന് നിശ്ചയിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന്. ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യ ഏറ്റവും മികച്ച പെർഫോമൻസിൽ നിന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയൊരു പതനം ഇടയ്ക്കുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് കാത്തിരിപ്പായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സെമി എത്തി, ഇനി അവിടെ നിന്ന് ഇനി ഫൈനൽ എത്തണം. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്താണ്? വാങ്കഡെ അത്ര നല്ല ഹിസ്റ്ററി അല്ല ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് എന്ന തരത്തിലൊക്കെയുള്ള വിലയിരുത്തലുണ്ട്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത് തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം 2024 T20 ലോകകപ്പ് ചാമ്പ്യന്മാരാണ്. അപ്പോൾ ചരിത്രം ഉണ്ട്. T20 ലോകകപ്പ് ജയിച്ച ടീം ഏതാണോ അടുത്ത ലോകകപ്പ് അവർ ജയിക്കില്ല എന്നുള്ളത്. അത് മാറ്റാൻ, ആ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് 2 പടി അകലെ മാത്രമാണ് ഇന്ത്യ. അതിൽ ആദ്യത്തെ പടി ഇന്ന് വെക്കും. 1.25 മണിക്കൂറിനുള്ളിൽ മത്സരം നടക്കുമെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ടോസ് ആണ്. അത് 6:30 നടക്കും. അതിലേക്ക് ഇനി 3/4 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. ടോസ് നേടുന്നത് ഏത് ടീമായാൽ പോലും വിജയം ഏകദേശം ഒരു 40% ഉറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡ്യൂ ഫാക്ടേഴ്സ് ഒക്കെ വളരെയധികം, പ്രത്യേകിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈയിൽ IPL ഒക്കെ നടക്കുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് ആ മാസത്തിൽ. ഇപ്പോൾ മാർച്ച് മാസത്തിൽ തന്നെ ഡ്യൂ നല്ലോണം ഉണ്ടാകും. അപ്പോൾ ടോസ് നേടുന്ന ടീം ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പേപ്പേഴ്സിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ജയിച്ചു, സെമിയിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ആസ് എ ടീം, ആസ് എ കളക്റ്റീവ് എഫേർട്ട് ഇന്ത്യ വളരെ സ്ട്രോങ് സൈഡാണ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലണ്ട്. ഒരിക്കലും ഇംഗ്ലണ്ടിനെ കുറച്ച് കാണാൻ കഴിയില്ല. അവരാകെ T20 ലോകകപ്പിൽ തോറ്റിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനോടാണ്. നമ്മൾ തോറ്റത് സൗത്ത് ആഫ്രിക്കയോടാണ്. സൗത്ത് ആഫ്രിക്ക ലോകകപ്പിൽ നിന്ന് തന്നെ പുറത്തായി. ഇംഗ്ലണ്ട് പക്ഷേ നേപ്പാളിനോടും ഇറ്റലിയോടും വളരെ കഷ്ടിച്ച് ജയിച്ചെങ്കിൽ പോലും ന്യൂസിലൻഡിനെതിരെയൊക്കെ നല്ലൊരു മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ട് കാഴ്ചവെച്ചു. അപ്പോൾ ഇംഗ്ലണ്ട് നോക്കുമ്പോഴേക്കും സ്ട്രോങ് സൈഡാണ്. പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന താരങ്ങൾ അവർക്ക് വേണ്ടി ഉയരുന്നില്ല എന്നുള്ളത് അവർക്ക് ചെറുതല്ലാത്തൊരു വലിയ തലവേദനയാണ് ഉയർത്തുന്നത്. ഹാരി ബ്രൂക്ക് നയിക്കുന്ന ഇംഗ്ലണ്ട് സൈഡ് നമുക്കാണെങ്കിൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആവുന്നു. സഞ്ജുവിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാരണം അഭിഷേക് ശർമ്മ ഒരു 50 അടിച്ചെങ്കിൽ പോലും ഈ T20 ലോകകപ്പിൽ ഫോമിലല്ല. ഈശ്വനാവട്ടെ തുടക്കത്തിൽ ഒന്ന് പാറിയെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് പാളിപ്പോകുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ സഞ്ജുവിൽ തന്നെ വലിയ പ്രതീക്ഷ. കാരണം അത്രയധികം മൊമെൻറ്റം കളിച്ച് സഞ്ജുവിൻ്റെ ലൈഫ് ടൈം ഇന്നിങ്സ് കളിച്ചിട്ടാണ് സഞ്ജു ഈ മത്സരത്തിലേക്ക് വരുന്നത്. ബൗളിംഗ് നിരയിൽ ഇന്ത്യയിൽ ചേഞ്ചസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പോലും ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ആദിൽ റഷീദ് ലെഗ് സ്പിന്നറായിട്ട് വരുന്നുണ്ടെങ്കിൽ കുൽദീപ് യാദവ് കളിക്കുമ്പോൾ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നുണ്ട്. ആ ചോദ്യം വെറുതെ അല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പേസറിനെ വലിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഹർഷ്ദീപ് സിംഗിനെ മാറ്റി കുൽദീപ് യാദവിനെ കൊണ്ടുവരുന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ വലിയ ഗ്യാമ്പിളായിരിക്കും. പക്ഷേ അങ്ങനത്തെ ഒരു ഗ്യാമ്പിളിലേക്ക് തൽക്കാലം ഇന്ത്യ പോവില്ല എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. കണ്ടീഷൻസ് നോക്കി കളിക്കുകയാണെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ നല്ലൊരു മൊമെൻറ്റമായിട്ട് ജയിക്കുന്ന ടീമുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 6:30 ടോസ് നടക്കും. ആ ടോസിന് വേണ്ടി വളരെയധികം കാത്തിരിപ്പ് നിൽക്കുകയും കൂടിയാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓൾറൗണ്ട് മികവ് വിൽ ജാക്സ് എന്ന താരത്തിലേക്ക് മാത്രമായിട്ടൊന്ന് ചുറ്റിക്കറങ്ങുന്ന നിൽക്കുകയാണ് ഇംഗ്ലണ്ട് ടീം. അത് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജോഫ്ര ആർച്ചർ എന്ന താരം, ജോഫ്ര ആർച്ചർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് സഞ്ജു സാംസണ് തന്നെയായിരിക്കും. ആ ഒരു ഓപ്പണിംഗ് പെയറിന് അങ്ങ് പൂട്ടുക എന്നത് തന്നെയായിരിക്കും ജോഫ്ര ആർച്ചറിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് കൊടുക്കാൻ പോകുന്ന ലക്ഷ്യം. എന്തായാലും ജയം ഉറപ്പാകുമെന്ന് വിശ്വസിക്കുന്നു. പേപ്പേഴ്സിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് ശക്തർ. പക്ഷേ മത്സരമാണ് T20 എന്നും സംഭവിക്കാം. കാത്തിരിക്കുന്നത് ന്യൂസിലൻഡാണ്. എതിരാളികൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. 8-ാം തീയതിയാണ് ഫൈനൽ നടക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ കാത്തിരിക്കാം ഇന്ത്യയുടെ ഒരു വലിയ ജയത്തിന്. എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ജയത്തിനായി. സഞ്ജുവിന്റെ മിന്നുന്ന പ്രകടനത്തിനായി കേരളം ഒരിക്കൽ കൂടി കാതോർത്തിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. എന്തായാലും കാത്തിരിക്കാം. ഇനി ഏതാണ്ട് 1.25 മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.